നേപ്പാളിനെ കുറിച്ച് അധികം പറയണ്ട, കരുതിയിരുന്നാൽ മതി. ഇനി എന്താണ്? തെരുവിലിറങ്ങിയവർക്ക് നേതാവില്ല, പ്രവർത്തന പദ്ധതിയില്ല, അജണ്ടയില്ല. ആരാണ് ഇനി വരേണ്ടത്? ഈ സമരം തുടങ്ങിയ ആരും ഇപ്പോൾ ചിത്രത്തിലില്ല. കരക്കിരുന്ന് കളി കണ്ടവർ കളത്തിലിറങ്ങുകയാണ്. വമ്പന്മാർ അവർക്കാവശ്യമുള്ള പാവകളെ ഭരണത്തിലേറ്റും. റിസാല ലക്കം സെപ്റ്റംബർ 2025. സഞ്ജയൻ എഴുതുന്നു. നേപ്പാൾ കലുഷിതമായപ്പോൾ അപ്ഡേഷൻ നിശബ്ദമായിരുന്നത് ബോധപൂർവമാണ്. തൊട്ടടുത്ത നാടാണെങ്കിലും അത്ര പരിചിതമല്ല നമ്മുടെ രാജ്യത്തിന് നേപ്പാളിൻ്റെ യാഥാർത്ഥ്യം. യാത്രികരുടെ മുന്നിൽ തുറന്നിടുന്ന എടുപ്പുകളല്ല യഥാർത്ഥ നേപ്പാൾ. അതിനാൽ തന്നെ ജൻസി വിപ്ലവം എന്ന് പേരു ചാർത്തി മാധ്യമങ്ങൾ ആഘോഷിച്ച കൊടിയ അക്രമങ്ങൾ അരങ്ങേറിയ ഈ കൂട്ടക്കലാപത്തെ വിപ്ലവം പോലെ അഗാധമായ ഒരു വാക്കിനാൽ രേഖപ്പെടുത്തുന്നത് അപക്വമായിരിക്കും എന്നാണ് അപ്ഡേഷൻ്റെ ആദ്യവാദം. എന്തെന്നാൽ ഒരു ദേശത്തിൻ്റെ ചിത്രം ആവേശിക്കാത്ത ഒരു സമരവും വിപ്ലവമാവില്ല. വിപ്ലവം എന്ന വാക്കിൻ്റെ അർത്ഥം മാറ്റത്തിനായുള്ള പോരാട്ടം എന്നാണ്. മാറ്റം എന്നാൽ മെച്ചപ്പെട്ട മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം രക്തരഹിതവും അതിദീർഘ പ്രക്രിയയിലൂടെ സഞ്ചരിച്ചതുമായ വിപ്ലവമായിരുന്നു. തീർച്ചയായും നാം ആ വിപ്ലവം ആരംഭിച്ച കാലത്തേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥയെ പ്രാപിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം നമുക്കറിയാം. അടിസ്ഥാനപരമായി ഈ ദേശത്തിൻ്റെ മതജാതി സാമ്പത്തിക സാമൂഹിക ബലങ്ങളെ മനസ്സിലാക്കിയും പ്രാതിനിധ്യം ഉറപ്പാക്കിയുമാണ് ആ സമരം, ഇന്ത്യൻ വിപ്ലവം സംഘടിപ്പിക്കപ്പെട്ടത്. ഇനി നേപ്പാൾ കലാപത്തെ പലരും താരതമ്യപ്പെടുത്തുന്നു. മുല്ലപ്പൂ വിപ്ലവമെന്നും അറബ് വസന്തമെന്നും തെറ്റായി വിളിക്കപ്പെട്ട ട്യൂണീഷ്യ, ഈജിപ്ത്, ലിബിയ കലാപങ്ങളെന്നും. അക്കാലം ലോകമാധ്യമങ്ങളും ബുദ്ധിജീവികളും എന്തൊരു ഉന്മാദത്തോടെയാണ് ആ സംഘർഷങ്ങളെ അഭിവാദ്യം ചെയ്തത്. എന്തായിരുന്നു അവയുടെ അന്തിമ ഫലം? ലിബിയയെ ഇപ്പോഴൊന്ന് നോക്കൂ. പകരം വന്ന ഭരണക്രമം അവിടെ എന്താണ് ചെയ്തത്? ട്യൂണീഷ്യ ആകെ മാറിയോ? ഈജിപ്ത് എവിടേക്കാണ് പോകുന്നത്? സുഘടിതമായ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ അഭാവമുള്ള ഒരു കലാപത്തെയും വിപ്ലവമെന്ന് വിളിച്ചുകൂടാ. നേപ്പാളിനെയും. നേപ്പാൾ ഭരണത്തിൽ പ്രശ്നങ്ങളുണ്ട്. സ്വജനപക്ഷപാതമുണ്ട്, ചങ്ങാത്ത മുതലാളിത്തമുണ്ട്, രാജഭരണം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന വലതുപക്ഷമുണ്ട്. അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, കിരൺ ബേദി തുടങ്ങി ബാബ രാംദേവ് വരെ അണിനിരന്ന ഇന്ത്യൻ ലോക്പാൽ മുന്നേറ്റം അക്ഷരാർത്ഥത്തിൽ നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന പുതുതലമുറ അഴിഞ്ഞാട്ടത്തിൻ്റെ അക്രമരഹിത ആവിഷ്കാരമായിരുന്നു. അതൊരു സംഘപരിവാർ പദ്ധതി ആയിരുന്നു. സമാനമായി നേപ്പാളിന് പിന്നിലും തീവ്ര വലതുപക്ഷത്തിൻ്റെ കൈത്താങ്ങുണ്ട്. ജൻസി എന്ന് ലളിതമായി ചിരിച്ചു വിളിക്കുന്ന ഒരു തലമുറയെ അത്ര ലളിതമായി വായിക്കരുത്. അതിസങ്കീർണമായ മനോഘടന ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാമൂഹിക വിഭാഗമാണ്. പരിപൂർണമായി ലാഭമോഹികളായ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങളുള്ള നവഫാഷിസത്തിൻ്റെ പ്രയോജനകരമായ നവമാധ്യമങ്ങൾ ആ വിഭാഗത്തെ കീഴടക്കിയിട്ടുണ്ട്. കൃത്യമായ ലക്ഷ്യങ്ങളോടെ ആസൂത്രിതമായി തയ്യാർ ചെയ്യപ്പെട്ട ഗെയിമുകൾ കുഞ്ഞുനാൾ മുതൽ കളിച്ചു വളർന്ന, കോവിഡ് കാലത്ത് സാമൂഹികതയിൽ നിന്ന് തെറിച്ചുപോയ, റീൽസുകളിൽ അഭിരമിക്കുന്ന, ധാർമ്മികത രാഷ്ട്രീയ ശരിയല്ല എന്ന് കരുതുന്ന ആളുകളാണ് അവർ. നിയമങ്ങളുടെ കൂട്ടിൽ വരുകി നടക്കുകയാണ് അവരിൽ വലിയ ശതമാനം പേർ. ആ കൂട് നേപ്പാളിൽ പൊളിക്കപ്പെട്ടു. കാഴ്ച ബംഗ്ലാവിൽ നിന്ന് ഹിംസ്ര ജന്തുക്കൾ കൂട് പൊളിച്ച് നഗരത്തിലിറങ്ങും മട്ടിൽ അവർ പെരുമാറി. എന്താണ് ഉടൻ പ്രേരണ എന്ന് നോക്കൂ. ഈ നവമാധ്യമങ്ങൾക്ക് കൊള്ളാവുന്ന രാജ്യങ്ങളിലൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. അതില്ലെങ്കിൽ നാട് പൂട്ടിപ്പോകും. മെറ്റ പോലുള്ള വമ്പൻ കമ്പനികൾ രാജ്യങ്ങളുടെ നിയമങ്ങൾ പാലിക്കും. നേപ്പാളിനെ പക്ഷേ ഈ വമ്പൻ കമ്പനികൾ വകവെച്ചില്ല. കുഞ്ഞൻ രാഷ്ട്രമാണല്ലോ.
സഹികെട്ടപ്പോൾ അനുസരിക്കാത്ത ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നിരോധിച്ചു. ധാരാളം പ്ലാറ്റ്ഫോമുകൾ അനുസരിക്കാൻ തയ്യാറായി. അവക്ക് നിരോധനമില്ല. അനുസരിക്കാത്തവയെ നിരോധിച്ചു. രാജ്യത്ത് ഒരു കോംപ്ലയൻസ് ഹെഡും ഒരു പരാതി പരിഹാര ഓഫീസറും വേണം എന്നതാണ് സർക്കാരിൻ്റെ ആവശ്യം. ന്യായമല്ലേ അത്? ഉടൻ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കലാപാഹ്വാനം വന്നു. ഗെയിം കണ്ട് മത്തായ പിള്ളേർ തെരുവിലിറങ്ങി. കേരളം കത്തിക്കും എന്ന് കുറിച്ച പഴയ ബുൾജറ്റ്സ് മട്ടിലുള്ള കുട്ടിക്കൂട്ടങ്ങൾ പക്ഷേ വലതുപക്ഷം അവസരം മണത്തു. സുവർണാവസരം എന്നതാണ് അവരുടെ കാലത്തെയും വാക്ക്. അവർ ഭരണവീഴ്ചകളെ ഈ കുട്ടിക്കലാപത്തിലേക്ക് തള്ളിക്കയറ്റി സംഗതി വിപ്ലവമാണെന്ന് വരുത്തി. ഇനി എന്താണ്? തെരുവിലിറങ്ങിയവർക്ക് നേതാവില്ല, പ്രവർത്തന പദ്ധതിയില്ല, അജണ്ടയില്ല. ആരാണ് ഇനി വരേണ്ടത്? ഈ സമരം തുടങ്ങിയ ആരും ഇപ്പോൾ ചർച്ച ചിത്രത്തിലില്ല. കരക്കിരുന്ന് കളി കണ്ടവർ കളത്തിലിറങ്ങുകയാണ്. ഗൂഗിൾ എന്ന വമ്പന് വേണ്ടി ചാവേറുകളായി കൊല്ലപ്പെട്ട കുട്ടികൾ പേരില്ലാതെ മാഞ്ഞു. വമ്പന്മാർ അവർക്ക് ആവശ്യമുള്ള പാവകളെ ഭരണത്തിലേറ്റും. ആ പാവകൾ നിശ്ചയമായും തീവ്ര വലതു പാവകളായിരിക്കും. കോർപ്പറേറ്റുകൾക്ക് അവരെയാണ് താല്പര്യം. ഇന്ത്യൻ തീവ്ര വലതുപക്ഷത്തിനും അത്തരം ഒരു പാവ നേപ്പാളിൽ ആവശ്യമാണ്. നേപ്പാൾ പ്രക്ഷോഭത്തിൻ്റെ പിന്നിലുള്ള ഒരു ഗ്രൂപ്പിൻ്റെ പേര് ഹാമി നേപ്പാൾ എന്നാണ്. അവർക്ക് ഫണ്ട് ചെയ്യുന്ന പ്രധാനി കൊക്കക്കോളയാണ്. നേപ്പാൾ മറ്റൊരു വിധത്തിൽ പാഠമാണ്, നമ്മുടെ ജൻസിയിലേക്ക് നോക്കാനുള്ള പാഠം. ഹിരൺദാസ് മുരളി എന്ന വേടൻ പാടുന്നതാണ് വിപ്ലവമെന്നും അത് കേൾക്കാൻ വന്ന് അലങ്കോലങ്ങൾ സൃഷ്ടിക്കുന്നതാണ് കേമമെന്നും കരുതുന്ന 10 ലക്ഷം യുവാക്കൾ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ ഞെട്ടണ്ട. അതിൽ കൂടുതൽ വരും ജൻസി എന്ന് എന്താണെന്ന് മനസ്സിലായല്ലോ. ആ പ്രായത്തിൻ്റെ വേറെ കോടിക്കണക്കിന് യുവാക്കളുണ്ട്. അവർ പഠിക്കുന്നു, പണിയെടുക്കുന്നു. അവർക്ക് മുന്നേ ജനിച്ച സംഘടനകളിൽ ചേർന്ന് സമൂഹ നിർമ്മാണം നടത്തുന്നു. ഒരു വ്യത്യാസമുണ്ടെന്ന് മാത്രം. അവർ തങ്ങളെ ജൻസി എന്ന് വിളിക്കാറില്ല.